എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ചന്ദ്രമതി അവസാനം ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് പറയണം, മോളെ നീ ഒരു കാര്യം ചെയ്യാ, നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ അച്ഛനെ ഇങ്ങോട്ട് വരുത്താനൊക്കെ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവസാനം ശ്രുതിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം, അച്ഛൻ വന്നില്ലേലും കുഴപ്പമില്ല, നിന്റെ ഇളയച്ചനാണോ ആണെങ്കിലും വരാൻ പറ. ഇളയച്ചൻ വന്നാലും കുഴപ്പമില്ലല്ലോ. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെയൊക്കെ ഇപ്പൊ എല്ലാരും ചോദിക്കാനായിട്ട് തുടങ്ങി, നിന്റെ വീട്ടുകാരും വരുന്നില്ലോ എന്നൊക്കെ. എത്ര ഇനിയിപ്പൊ പിണക്കുവാന്ന് പറഞ്ഞാലും ഇളയച്ചന് നിന്നോട് പിണക്കൊന്നുമില്ല മോളോട്. അപ്പൊ ഇളയച്ചനോട് വന്ന് കാണാനെങ്കിലും പറ എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആകെപ്പാടൊരു വിഷമായിപ്പോയി ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രുതി ഇങ്ങനെ കുറെ സമയം ആലോചിച്ചു. പിന്നീട് പറഞ്ഞു, ഞാൻ നോക്കട്ടെ ആന്റി, ഞാനിത് വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയണം. നമ്പർ വരണം, ഞാൻ വിളിക്കാൻ മോളെ. വേണ്ട ആന്റി, ഞാൻ വിളിച്ചോളാം എന്നൊക്കെ പറയണം. പിന്നീട് ആകെപ്പാടെ തീ പിടിച്ചൊരു അവസ്ഥയില് ശ്രുതി നേരെ ചെല്ലുന്ന മീരയുടെ അടുത്തേക്കാണ്. മീരയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയണം. എന്താ? ഞാൻ ആകെപ്പാടെ പെട്ടിരിക്കുന്ന അവസ്ഥയിലാ. നീ കാര്യം എന്താ തെളിച്ചു പറ. ഇതേ വർഷയുടെ വീട്ടിൽ നിന്ന് അവളുടെ അമ്മ കാണാൻ വന്നിരിക്കുന്നു. അതുപോലെ തട്ടത്തിനകത്ത് നിറയെ സാധനങ്ങളായിട്ട്, ഒരു തട്ടമല്ല ഒരു 10-11 തട്ടം നിറച്ച സാധനങ്ങളായിട്ട് വന്നിരിക്കുന്നു പൊങ്കലായിട്ട്. അതുപോലെ തന്നെ രേവതിയുടെ വീട്ടിൽ നിന്ന് അവരുടെ അമ്മ വന്ന് ഒരു തട്ടം കൊണ്ടേ കൊടുത്തിരിക്കുന്നു. ഇപ്പൊ എന്റെ അടുത്തുനിന്ന് മാത്രം വരാനും ആരുമില്ല, ഒന്നുമില്ല എന്ന് പറയണേ. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലാത്ത കാര്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണോ? എനിക്കൊരു വിലയില്ല മീര വീട്ടില്. ഞാനിപ്പോ ഒറ്റപ്പെട്ടു പോയതുപോലെ എനിക്ക് തോന്നാം. എന്റെ അമ്മായിമ്മയുടെ കാര്യം അറിയാലോ, പൈസ എവിടെ കിട്ടുന്നോ അങ്ങോട്ടേക്ക് മറിയുന്ന ആളാ അത്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഒന്നും വരുന്നില്ല എന്ന് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു വിലയില്ലാത്തൊരവസ്ഥയിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ മീര പറഞ്ഞു, എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ? നിന്നോട് ഏതാന്ന് ആകുന്നേ പറഞ്ഞാലേ, ഇങ്ങനെ കള്ളത്തരമൊന്നും പറയണ്ട, ഉള്ള സത്യാവസ്ഥ അങ്ങോട്ട് തുറന്നു പറഞ്ഞാലേ. നിന്റെ അവസ്ഥ ഇതൊക്കെയാന്ന് നീ അതൊന്നും കേട്ടില്ല, എന്നിട്ട് ഇപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോന്ന് ചോദിക്കണം. എന്നാലും അതല്ല, നീ എനിക്കൊരു ഉപാധി എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറയണം. എന്റെ അമ്മായിമ്മയുടെ പിടിയിൽ നിന്ന് എനിക്കിന്ന് രക്ഷ നേടണമെങ്കിൽ നീ എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തന്നേ മതിയാവുള്ളൂ എന്ന് പറയാം. അവസാനം പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ. എന്തു വഴി? അത് പിന്നെ നിന്റെ ചെറിയച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറയണം. ചെറിയച്ഛനെ കൊണ്ടുവരാനായിട്ടാ? നീ എന്തൊക്കെയാ പറയണേ? അതിന് എനിക്ക് അങ്ങനെ ഒരു ആളില്ലല്ലോ. ഈ ചൂട് ചായ നിന്റെ മുഖത്തേക്ക് ഞാൻ ഒഴിച്ചു വിടും, മിണ്ടാതെ പൊക്കോ അവിടെ നിന്നൊക്കെ പറയണം. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഒരു നാടകം കളിക്കുന്നതിനെ കുറിച്ചാന്ന് പറയണം. നാടകമോ? അതെ, ഇപ്പൊ ചെറിയച്ഛൻ ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയാലോ. പക്ഷേങ്കില് ഇല്ലാത്ത ചെറിയച്ഛനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയണമെന്ന് പറയാം. നീ എന്തൊക്കെയാ മീരെ പറയണേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയാ. എടി നമുക്കൊരു കാര്യം ചെയ്യാം, ആരെയും കൊണ്ട് അഭിനയിപ്പിക്കാം നിന്റെ ചെറിയച്ഛനാന്നും പറഞ്ഞോണ്ട്. ആ നല്ല ബെസ്റ്റ് കാര്യം. അങ്ങനെയൊക്കെ നടക്കുന്ന കാര്യമാണോ? അതിന് ആരെങ്കിലും തയ്യാറായിട്ട് വരണ്ടേന്നൊക്കെ ചോദിക്കാം. അതിനൊക്കെ ഒരാളുണ്ട്, പറ്റിയ ഒരാളുണ്ടെന്ന് പറയണം. ആര്? അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. തൽക്കാലത്തേക്ക് ഞാൻ നോക്കിയിട്ട് അത് മാത്രമേ ഒരു വഴി കാണുന്നുള്ളൂ. ഒരാൾ മാറാട്ടം തന്നെ നടത്താം. നിന്റെ ഇല്ലാത്ത ചെറിയച്ഛനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാന്ന് പറയാം. അവസാനം പിടിക്കപ്പെടുക. നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയാണ്. പിന്നീട് ശ്രുതിയും കൂട്ടിക്കൊണ്ട് മീര നേരെ പോകുന്ന അയാളുടെ അരിയിലേക്കാണ്. ബീരാൻ നായർ അയാളുടെ പേര്. അപ്പൊ അയാളൊരു ഇറച്ചിവെട്ടുകാരനായിരുന്നു. അപ്പൊ അയാള് അഭിനയിക്കാനായിട്ട് ഭയങ്കര മോഹമുള്ള ആളാണ്. ഇടയ്ക്ക് നാടകത്തിൽ അങ്ങനെ അഭിനയിക്കാനൊക്കെ പോയിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് മീരയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. മീരയുടെ ഒരു പരിചയത്തിലുള്ള ആളുമാണ്. അങ്ങനെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുവാണ്. അങ്ങനെ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അയാൾ ഇറങ്ങി വരുവാണ്. മീരനെ കണ്ടിട്ടുണ്ട്. ആഹാ, കുറച്ച് നാളായല്ലോ മോളെ ഈ വഴിയൊക്കെ കണ്ടിട്ട്, എന്ത് പറ്റി? ഇന്ന് എന്താ വേണ്ടേ? തല വേണോ അതോ കാല് വേണോ? സൂപ്പ് വെച്ച് കുടിച്ചാൽ നല്ലതെന്ന് പറയണ. കാല്, ആടിന്റെ കാല് സൂപ്പ് വെച്ച് കുടിക്കുവാണെങ്കിൽ ആരോഗ്യമൊക്കെ ഇങ്ങോട്ട് പോരൂന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീര പറഞ്ഞു, അതിനൊന്നും വേണ്ടിയിട്ടല്ല ഇപ്പൊ ഞാൻ വന്നേന്ന് പറയാ. പിന്നെയോ? അതെ, നീക്ക് അഭിനയിക്കാനൊക്കെ ഭയങ്കര മോഹമല്ലേന്ന് നിൽക്കും. അതെ, മോഹമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അഭിനയിക്കാനൊരു ചാൻസ് വന്നിട്ടുണ്ടെന്ന് പറയണം. ആഹാ, കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പൊളിക്കൂന്ന് പറയണം. ഇപ്പൊ ഇറങ്ങുന്ന ഒരു പ്രശസ്തനായ ഒരു നടന്റെ കൂടെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുവാന്ന് പറയണം. ഓഹോ, അങ്ങനെയൊക്കെയാണോ? അന്നെങ്കിലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പഴാ റെഡിയാന്ന് പറയണം. എപ്പോഴാ അഭിനയിക്കാൻ വേണ്ട? ഇപ്പൊ വരണോന്ന് ചോദിക്കോ കൂടെ? വേണ്ട വേണ്ട, ഇപ്പൊ വരുമൊന്നും വേണ്ട. പിന്നെയോ? അതിനൊക്കെ ഒരു സമയമുണ്ടെന്ന് പറയാണ്. എപ്പോഴാന്ന് ഒന്ന് പറഞ്ഞാ മതി. ഞാൻ കരുതി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അസോസിയേഷന്റെ വല്ല പരിപാടിക്കും വിളിക്കാൻ വേണ്ടി വന്നായിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം മോളുടെ അവിടെയുള്ള അസോസിയേഷന്റെ പരിപാടിക്ക് വന്നാ അവതരിപ്പിച്ചിട്ട് എല്ലാവർക്കും എന്നെ എന്തുമാത്രം ഇഷ്ടമായെന്നറിയാവോ എന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീര പറഞ്ഞു, അതൊക്കെ ശരി, സമ്മതിച്ചു തന്നിരിക്കുന്നു പറയണേ. പിന്നീട് ശ്രുതിയെ കാണിച്ചിട്ട് ചോദിച്ചു, ഇത് ആരാന്ന് മനസ്സിലായെന്ന് ചോദിക്കുക. ഇല്ല, മനസ്സിലായില്ല. ഇതെന്റെ ഫ്രണ്ടാന്ന് പറയാണ്. ഇവള് ഞാനും പണ്ട് തൊട്ടേ പരിചയക്കാരാന്ന് പറയാ.
ഒരു കാര്യം ചെയ്യണം, ഇവളുടെ ചെറിയച്ഛനായിട്ടൊന്ന് അഭിനയിക്കണമെന്ന് പറയണം. അഭിനയിക്കണം? ഇവളുടെ ചെറിയച്ഛനായിട്ടോ? കള്ളത്തരോ? വേണ്ട വേണ്ട, ഇമാതിരി കേസ് കെട്ടണമെന്ന് എന്നെ കൊണ്ട് പറ്റില്ല. ഈ കള്ളത്തരം കാണിക്കാനും വയ്യ, അതിനകത്തൊന്നും എന്നെ പിടികൂടണ്ടെന്ന് പറയണം. ഞാൻ അതിനൊന്നും കിട്ടത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോഴേക്കും മീര പറഞ്ഞു, സിനിമയ്ക്കകത്ത് അഭിനയിക്കണ്ടേ എന്ന് ചോദിക്കണം. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് പറ്റിയൊരു ചാൻസാന്ന് പറയണം. അപ്പത്തേനും വീണ്ടും അയാൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബീരാനോട് പറഞ്ഞു, അതെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രയലാണ്. ഇപ്പൊ ഇവരുമായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ, ശ്രുതിയുടെ മാമനായിട്ടല്ല ചെറിയച്ഛനായിട്ട് അഭിനയിക്കുമ്പോൾ അതെല്ലാം റെക്കോർഡ് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ അഭിനയം നല്ലതാണെന്ന് നോക്കൂ, എങ്കിൽ മാത്രം സിനിമയ്ക്കകത്ത് എടുക്കുള്ളൂ എന്ന് പറയാം. അങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കും. അതെ അങ്ങനെയൊക്കെയാ, എങ്ങനെയാ പറ്റുമോന്ന് ചോദിക്കണം. ഇത് കേൾക്കേണ്ട താമസം. പിന്നെ ബീരാനൊന്നും ആലോചിക്കാനില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ ആന്ന് പറയണം. പിന്നീട് ശ്രുതി വെച്ചു, ഇത് ശരിയാവോ എന്ന് മീരയോട് ചോദിക്കാം. നിനക്കറിയത്തില്ലാത്തോണ്ടാ, ഇയാൾ എത്ര വേഷം ഇട്ടിരിക്കുന്നു, പോലീസുകാരനായിട്ടും പട്ടാളക്കാരനായിട്ടും എന്ന് വേണ്ട എല്ലാ ഇതിലും ഇയാൾ വേഷം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് പറയണം. എന്നാലും എനിക്കൊരു പേടിയുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കും ശ്രുതി എന്ന് പറയണം. ആ സമയത്ത് ബീരാൻജി എന്തു പറ്റി, രണ്ടുപേരും കൂടി ഒരു കുശുകുശുപ്പ്, ഒന്നുമില്ലാന്ന് പറയണം. പിന്നീട് മീര പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, എന്താ ചെയ്യേണ്ട എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ അതുപോലെ ചെയ്താൽ മതി. പിന്നെ അറിയാലോ, ഓവർ ആക്ടിങ് ഒന്നും വേണ്ടെന്ന് പറയണം. അതൊക്കെ ഏറ്റു, എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തോളാം എന്നൊക്കെ അയാൾ പറയണം. എന്റെ കയ്യിൽ എന്താണെങ്കിലും ഡയലോഗ്സ് എല്ലാം സുരക്ഷിതമായിരിക്കും, എനിക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാം നാച്ചുറലായിട്ട് എനിക്ക് ചെയ്യാനൊക്കെ അറിയാം എന്നൊക്കെ ബീരാൻ പറയണം. എന്നാ ശരി, ഞങ്ങൾ പിന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ശ്രുതിയും മീരയും കൂടെ അങ്ങോട്ട് പോണ സമയത്ത് ശ്രുതി മീരയോട് പറഞ്ഞു, അല്ല ഇതും കൊണ്ടൊന്നും ആയില്ലെന്ന് പറയണേ. പിന്നെയോ, ഇതിന് പൈസ വേണ്ടെന്ന് ചോദിക്കുക. പൈസ എന്തിനാ ഇതിന് മാത്രം? അല്ല പൈസ ഇല്ലാത്തൊരു കാര്യങ്ങളും നടക്കില്ല എന്ന് പറയണം. നമ്മള് പൈസ കൊടുക്കണം. പൈസ ആർക്ക്? ഇപ്പൊ അയാൾക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. അതിനു വേണ്ടിയിട്ടല്ല, ഇപ്പൊ ചെറിയച്ഛനൊക്കെയല്ലേ വരാൻ പോകുന്നേ, അപ്പൊ വെറുതെ കൈയോടെ വരാൻ പറ്റുമോ? എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം. അത് മാത്രമല്ല, വന്നു കഴിയുമ്പത്തേനും ശ്രുതിക്ക് എന്തേലും മേടിക്കണ്ടേ, ഗോൾഡ് എന്തെങ്കിലും വാങ്ങണ്ടേന്ന് ചോദിക്കുക. അതിനിപ്പോ എന്ത് ചെയ്യും? എവിടുന്നെങ്കിലും പണം പലിശയ്ക്ക് എടുത്തേ മതിയാവുള്ളൂ പറയണേ. ഇനി എവിടെ നിന്ന് എടുക്കാനാ? നിനക്ക് അങ്ങനെ ആരെങ്കിലും പരിചയം ഉണ്ടോന്ന് ചോദിക്കും. അല്ല, മുമ്പ് ഞാൻ എടുത്തെടുത്തുനിന്ന് തന്നെ എടുക്കാം, ആ ആന്റിന്റെ കയ്യിൽ നിന്നും, അത് മാത്രം ഞാൻ നോക്കിയിട്ട് ഓപ്ഷൻ കാണുന്നുള്ളൂ പറയണം. ഇത് കേട്ടപ്പം മീര പറഞ്ഞു, ഇതെല്ലാം കൂടി എടുത്തു കൂടിയിട്ട് എന്ത് ചെയ്യാനാ? അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഒരു 1,00,000 രൂപയെങ്കിലും വേണ്ടി വരും സ്വർണം മേടിക്കാണ്ട് തന്നെ. പിന്നെ ഡ്രസ്സിന്റെ കാര്യങ്ങളും അത് വേറെ, അത് പിന്നെ എങ്ങനെയും ഉണ്ടാക്കാന്ന് വെക്കാം. പക്ഷെ ഇതിനൊക്കെ പണം വേണ്ടേ എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാ, എന്തേലും ചെയ്യ, ഇതൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞേ. നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്നു പറയുമായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കുരിശുകളൊക്കെ വരുമായിരുന്നോ? ഇപ്പൊ ഓരോന്ന് വരുമ്പോഴത്തേ നീ അനുഭവിക്കുക, അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മീര കുറ്റപ്പെടുത്തുവാണ്. ശ്രുതി പറഞ്ഞു, നീയും കൂടെ ഈ സമയത്ത് കുറ്റപ്പെടുത്തില്ല, അല്ലെങ്കിൽ തന്നെ മനുഷ്യ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാന്ന് പറയണം. എന്നപ്പോ ശരി വാ നമുക്ക് പോയി ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ആന്റണിയുടെ അടുത്ത ശരത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ശരത്ത് അവിടെ കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആന്റണി ചോദിച്ചു, അല്ല നീ എന്താ ശരത്തെ കുറെ സമയമായാലും ഇങ്ങനെ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുന്നേ, എന്താ എഴുതി കൂട്ടുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശരത്ത് പറഞ്ഞു, അതെ ഇവിടുത്തെ കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിക്കുക, ആർക്ക് കൊടുത്തിട്ടുണ്ട്, എത്ര പേരുടെ വരാനുണ്ട്, എല്ലാ കണക്കുകളും കാര്യങ്ങളും. അല്ല ഇതൊക്കെ എന്തിനാ ഇങ്ങനെ എഴുതുന്നതെന്ന് ചോദിക്കാം. ആന്റണി ചേട്ടാ, എന്തിനാ എഴുതുന്നത് ചോദിച്ചാൽ നമ്മുടെ ഇതൊരു ഫിനാൻസ് സ്ഥാപനമായിട്ട് നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ചിലപ്പോൾ ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്താൽ നമ്മളിങ്ങനെ പലിശയ്ക്കാന്നൊക്കെയാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് വലിയ പ്രശ്നങ്ങളായി തീരുമെന്ന് പറയാം. അതുകൊണ്ട് എല്ലാം കമ്പ്യൂട്ടറിനകത്ത് കയറ്റിയിടണം. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയണം. ഇത് കേട്ടപ്പോ ആന്റണി, നീ ആള് കൊള്ളാലോടാന്ന് പറയാണ്. പിന്നല്ലാതെ വെറുതെ അല്ലല്ലോ, നമ്മൾ എല്ലാ കാര്യത്തിനും നമുക്കൊരു കണക്ക് വേണമെന്ന് പറയണം. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണമെന്ന് പറയണം. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് മഹേഷ് വരുന്നത്. മഹേഷിനെ കണ്ടതും ആദ്യം ഒന്ന് ശരത്ത് പകച്ചു. കാരണം സച്ചിയോട് പോയി പറഞ്ഞു കൊടുക്കും അവിടെ ഇരിക്കുന്നതാണ്. പെട്ടെന്ന് മഹേഷിച്ചു, അല്ല ശരത്തെ നീ എന്താ ഇവിടെന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ ആന്റണി ചേട്ടനെ ഒന്ന് കാണാൻ വന്നാ. അല്ല നിനക്ക് ക്ലാസ് ഒന്നുമില്ലേ? നീ ക്ലാസ് കട്ട് ചെയ്തിട്ടാണോ ഇവിടെ ഇരിക്കുന്നത്? എനിക്കിപ്പോ ക്ലാസ് ഇല്ല, അതുകൊണ്ട് വന്നാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആന്റണി ചോദിച്ചു, അല്ല അവൻ ക്ലാസ്സിൽ പോകുന്നുണ്ടോന്നൊക്കെ മഹേഷ് എന്തിനാ അന്വേഷിക്കണമെന്ന് ചോദിക്കാം. അല്ല എന്താന്ന് വെച്ചാല് സച്ചിയുടെ ആളല്ലേ, അപ്പൊ പിന്നെ എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? ഇത് കേട്ട് കഴിഞ്ഞപ്പം ശരത്ത് പറഞ്ഞു, ക്ലാസ്സിൽ പോകുന്നുണ്ടായിരുന്നു, ഇന്നില്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഇന്ന് സംസാരിക്കാൻ വേണ്ടി വന്നാന്ന് പറയണം. ശരി ആയിക്കോട്ടെ. പിന്നീട് മഹേഷ് പറഞ്ഞു, അതെ എനിക്ക് കുറച്ച് ദിവസം കൂടെ സാവകാശം തരണം ആന്റണി, പലിശ തരാനെന്ന് പറയണം. പലിശ തരാൻ സാവകാശം ഒരു 2-3 ദിവസത്തോടെ എങ്ങനെയും തരണം. എല്ലാ തവണ ഞാൻ കൃത്യമായിട്ട് പലിശ തന്നോണ്ടിരുന്നാലേ, പക്ഷെ ഈ തവണ എനിക്ക് തരാൻ പറ്റിയില്ല, കുറച്ച് ബുദ്ധിമുട്ട് വന്നു, അതുകൊണ്ടാ എനിക്ക് 2-3 ദിവസം സാവകാശം തന്നെന്ന് പറയാം. അവസാനം ശരത്ത് പറഞ്ഞു, എന്താ 2-3 ദിവസം സാവകാശം കൊടുക്കാൻ ആന്റണി ചേട്ടാന്ന് പറയണം. അവസാനം പറഞ്ഞു, ശരി ശരി ആയിക്കോട്ടെ, ഈ തവണത്തേക്ക്
അങ്ങനെ ഒരു ഇളവ് തന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും അങ്ങനെ ഇളവ് തരുമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ എന്നൊക്കെ പറയണം. ശരി അങ്ങനെ ആട്ടെ എന്ന് പറയാണ്. പിന്നീട് അയാൾ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ആന്റണി പറഞ്ഞു, ഇവന്മാരെപ്പോഴുള്ളവർക്കൊക്കെ ഇളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുമാർക്ക് ഒരു ശീലമായി പോകുന്നു പറയണം. അത് കേട്ടപ്പോ ശരത്ത് പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഒരു 1-2 തവണത്തേക്ക് കൊടുക്കുക, പാവങ്ങളല്ലേ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോകണ്ടേന്നൊക്കെ ചോദിക്കുക. ഒന്നുമില്ലല്ലോ എന്റെ സച്ചേട്ടനെ കൂട്ടുകാരനായി പോയില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണേ, തരിവാരിക്കും അടുത്ത ദിവസം എന്നൊക്കെ പറയണം. അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മീരയും ശ്രുതിയും കൂടെ വരുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ശരത്ത് പറഞ്ഞു, ഞാൻ മാറി നിൽക്കാം, എന്നെ കണ്ട പ്രശ്നമാവെന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് മാറി നിന്നു. ഈ സമയത്ത് അവരങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീരയോട് എന്ത് വേണമെന്ന് ചോദിക്കാം. മീര പറഞ്ഞു, കുറച്ച് അരിയും പലചരക്ക് സാധനങ്ങളും വേണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ആന്റണി പറഞ്ഞു, അതിന് നിങ്ങൾ വേറെ കടയിൽ പോണെന്ന് പറയാണ്. അല്ല പിന്നെ ഇങ്ങോട്ട് വരുന്ന എന്തിനാ ആന്റണി ചേട്ടാ? ഒന്നെങ്കിൽ പലിശ തരാനായിട്ട് അല്ലെങ്കിൽ പലിശയ്ക്ക് പൈസ മേടിക്കാനായിട്ടല്ലേ വരുന്നേ, പിന്നെ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോഴേക്കും ആന്റണി പറഞ്ഞു, അല്ല ആർക്കാം, അതെ ഇവൾക്ക് തന്നെയാന്ന് പറയാം. ആഹാ, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയതൊക്കെ തന്നില്ലല്ലോ എന്ന് പറയാം. അതിന് പലിശ മുടങ്ങാതെ തരുന്നില്ലേ, അത് തരുന്നുണ്ട്. അങ്ങനെയാണ് കുറച്ച് പൈസ കൂടെ വേണമെന്ന് പറയാം. ഓഹോ, അതെന്താ വീണ്ടും വീണ്ടും പൈസ വന്ന് മേടിച്ചു കൂട്ടാനാണോ, എന്നിട്ട് എന്നെ പറ്റിച്ചിട്ട് മുങ്ങാനാണെന്ന് ചോദിക്കും. അങ്ങനത്തെ സ്വഭാവം ഒന്നും എനിക്കില്ല ഏട്ടാന്ന് ശ്രുതി പറയാണ്. നിനക്ക് വേണമെങ്കിൽ ഒരു ചെക്ക് ചെയ്യാൻ തരാന്ന് പറയണം. അതിന്റെ കാര്യമൊന്നുമില്ല, പൈസ വന്നാൽ എനിക്ക് മേടിച്ചു തരാനായിട്ട് മേടിക്കാനായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇത്തരം ഒന്ന് സൈൻ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പേപ്പർ എഴുതി കൊടുക്കണം. എത്ര രൂപ വേണമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേനും പൈസയൊക്കെ മേടിക്കുകയാണ്. അങ്ങനെ പൈസയൊക്കെ മേടിച്ച് 1,00,000 രൂപ മേടിച്ച് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും പറഞ്ഞു, അതെ ഈ മാസത്തെ പൈസ ഞാൻ മുൻകൂർ എടുത്തേക്കുവാന്ന് പറഞ്ഞിട്ട് അതിനകത്തുനിന്ന് ആ മാസത്തെ പലിശയും കൂടെ അങ്ങ് എടുത്തു. എന്താ പറയാൻ പറ്റുമോ, എന്തേലും കൃത്യസമയത്ത് തരുന്നതല്ലേ. അങ്ങനെ അത് വാങ്ങിച്ചോണ്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ശരത്ത് വന്നിട്ട് പറഞ്ഞു, ആഹാ കൊള്ളാലോ, എന്താണെങ്കിലും നല്ല കഥയാ, ഇവരെന്തിനാ പോലും ഈ പൈസയൊക്കെ മേടിച്ചു കൂട്ടുന്നേ, ഇവരുടെ എന്റെ അച്ഛൻ വലിയ മലേഷ്യയിലാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ പൈസ എടുക്കുന്ന എന്തിനാന്ന് മാത്രം അറിയത്തില്ലെന്ന് പറയാ. അത് കേട്ടപ്പം ആന്റണി പറഞ്ഞു, അതൊന്നും നമുക്കറിയാവുന്ന കാര്യമില്ല, എന്തിനേലും ആട്ടെ നമുക്കതിനെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ലോ, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. എന്നാലും എന്തോ ഒരു കള്ളത്തരം ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ്. പിന്നീട് ലക്ഷ്മിയമ്മ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ലക്ഷ്മിയമ്മയ്ക്കാണെങ്കിൽ അങ്ങോട്ട് പോയ നാണക്കേടായി പോയല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക. വർഷയുടെ വീട്ടിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു, ഒരു 8-10 തട്ടും അതിനകത്ത് കുറെ സാധനങ്ങളെല്ലാം കൊണ്ട് താനിവിടുന്ന് ഒരു തട്ടാ കൊണ്ടുപോയത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവ് പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ, അവർക്ക് കുറെ ഉള്ളത് കൊണ്ട് അവര് കൊണ്ടുപോയി, നമുക്ക് അങ്ങനെ കൊടുക്കാൻ കൊണ്ടേ ഇല്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കുള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ കുറ്റപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും. നമ്മുടെ ഭാഗത്ത മുള തെറ്റ, നമ്മൾ അങ്ങനെ പോവല്ലായിരുന്നു പറയണം. അപ്പോഴേക്കാണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി എന്നിട്ട് എന്താ രണ്ടുപേരും ഭയങ്കര ചർച്ചയിലാണല്ലോ എന്ന് പറയാം. അമ്മയ്ക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര വിഷമായിരുന്നു. എന്റെ അമ്മ എന്തിനാ അങ്ങോട്ടേക്ക് വരാൻ പോയത്, ഇതൊന്നും കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ലായിരുന്നു, എന്തിനാ കൊണ്ടുവന്നോണ്ടല്ലേ, കൊണ്ടുവരാതിരിക്കാനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക. എന്നാലും മോളെ അതല്ലല്ലോ, മോളെ ആപ്പാടെ നാണം കിട്ടില്ല അവരുടെ മുന്നിൽ, എന്തിന്, അമ്മേനെ കൊണ്ട് പറ്റുന്ന അമ്മ കൊണ്ടുത്തന്നു, ഇപ്പൊ ഒത്തിരി കൊണ്ടുതരാൻ പറ്റില്ലാത്തോണ്ടല്ലേ, എനിക്ക് അതിനകത്ത് ഒരു നാണക്കേടും ഇല്ല, അമ്മ അതിനകത്തൊന്നും വിചാരിക്കേണ്ടെന്ന് പറയണം. അപ്പോഴേക്ക് ശരത്തും അങ്ങോട്ടേക്ക് വന്നു. ശരത്തിനോട് എന്താടാ നീ നേരത്തെ ക്ലാസ് കഴിഞ്ഞു വന്നോന്ന് ചോദിക്കണം. നേരത്തെ ക്ലാസ് കഴിഞ്ഞു എന്നൊക്കെ പറയണം. പിന്നീട് ലക്ഷ്മിയമ്മ കാര്യങ്ങളൊക്കെ പറയാണ്, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശരത്ത് പറഞ്ഞു, അമ്മ എന്തിനാ അതുമായിട്ട് പോയത്, പറയുമായിരുന്നെങ്കിൽ എന്തെങ്കിലും കുറച്ചുകൂടെയൊക്കെ കൊടുക്കാറുണ്ടല്ലോ എന്ന് പറയണേ. എന്ത് കൊടുക്കാനായിട്ട്, അല്ല സ്വർണം എന്തേലും, എടാ സ്വർണം മേടിക്കാനും നിന്റെ ഈ പണം ഉണ്ടോന്ന് ചോദിക്കാം. പണം നമുക്ക് ഉണ്ടാക്കാലോ, എങ്ങനെ ഉണ്ടാക്കും, അത് പിന്നെ എന്ന് പറഞ്ഞ് നിർത്തുവാണ്. അത് എവിടുന്നേലും പലിശയ്ക്ക് മേടിച്ചാണെങ്കിൽ, പിന്നെ പലിശയ്ക്ക് മേടിച്ചിട്ട് ആരും എനിക്കിവിടെ സ്വർണ്ണം ഒന്നും തരണ്ടെന്ന് രേവതി പറയണം. അതിന്റെ കാര്യമില്ല, എന്തിനു വേണ്ടി അങ്ങനെയൊക്കെ തരുന്നേ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, സ്വർണ്ണം ഇട്ടില്ല ഇടാൻ നടന്നോർത്ത് എനിക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല, പിന്നെ അറിയാലോ എനിക്ക് സ്വർണത്തോട് അത്ര കമ്പമൊന്നും ഇല്ലാന്ന്, പിന്നെ ഈ പറയുന്ന എന്റെ അമ്മായിമ്മ അവിടെ ഓരോന്ന് കിടന്ന് പറഞ്ഞാലും ഞാനത് മൈൻഡ് ആക്കുന്നേ ഇല്ല, അതൊരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ ഇറക്കി വിടുവെന്നേ, പിന്നെ അമ്മ എന്തിനാ എന്റെ കാര്യത്തിൽ ഇത്ര ടെൻഷൻ അടിക്കുന്നത്, അമ്മ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മേനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു.